ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് മലപ്പുറം ജില്ലയിലെ കോഡൂരാണ് കേട്ടോ. ഗപ്പി ഫാമിലേക്ക് എത്തിയത്. വളരെ കുറച്ച് ഐറ്റം ഗപ്പികളാണ് ഈ ഒരു ഫാമിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിൽ നിങ്ങൾ നോക്കാം, ഒരുപാട് ബേസിനോടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസിന് ഇത്രയും ബേസിനാണ് എന്താണെന്ന് ചോദിച്ചാൽ പക്ക ക്വാളിറ്റിയോടെ ചെയ്തുകൊണ്ടാണ് ഇത്രയും ബേസിനോടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലെ കോഡൂരുള്ള ഈ ഒരു ഗപ്പി ഫാമാണ്. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. വെറും 4 ഐറ്റം ഗപ്പികൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. 4 ഐറ്റം ഗപ്പിക്ക് ഇത്രയും ബേസിനോടൊന്ന് ചിന്തിക്കും. ശരിക്കും ഇത്രയും ബേസിന് പോരാ. 4 ഐറ്റം ക്വാളിറ്റി ബേസിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഗപ്പിയായി വളർത്തുകയാണെങ്കിൽ ചുരുങ്ങിയ ഒരു 10-15 ടാങ്ക് വേണമെന്നാണ് ശരിക്കും വേണ്ടത്. കാരണം ഓരോ ബാച്ച് തിരിയുമ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് വളർത്തണം. അപ്പോഴാണ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ അതെല്ലാം പ്രാവർത്തികമല്ല. ഇവിടെ ഇപ്പോൾ 4 ഐറ്റം ഗപ്പികൾ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും ബേസിന് ഇവിടെ ചെയ്യുന്നുണ്ട്. അപൂർവമായിട്ട് മാത്രം. പേരെന്താ? റിയാസാണ്. റിയാസ്. അപ്പോൾ കറക്റ്റ് സ്ഥലം അപ്പോൾ വെസ്റ്റ് കോഡൂര് പരിക്കോട്. നമ്മളിപ്പോ എത്ര പ്ലാറ്റിനം വൈറ്റ് ഇയർ? നല്ല ഇയറുണ്ടല്ലോ. നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ലോണം കിട്ടുന്നു. എല്ലാം കിട്ടില്ല അല്ലേ? എല്ലാത്തിനും പിന്നെ ഇയറും കാണിക്കും. എല്ലാ ഇയറും കാണിക്കും. ഇതിവിടെ എത്ര വയസ്സിൽ ചെയ്യേണ്ടത്? ഇത് 2-3-4 വയസ്സിൽ ഇതന്നെ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്ക് റേഞ്ച് തന്നെ വരുന്നത്? അതെ. എല്ലാം സെയിം റേഞ്ചാണ് വരുന്നത്. സെയിം റേഞ്ച് തന്നെയാണ് വരുന്നത്. ഇത് ഫീമെയിൽ മാത്രം. ഇത് ഫീമെയിൽ, അതിന്റെ ഫീമെയിൽ മാത്രം ചെയ്ത് പഠിക്കണം. അതിന്റെ മെയിൽ മാത്രമായിട്ട്. ഇത് രണ്ടും ഒരുമിച്ച് ഇട്ടിട്ടില്ല? ഇല്ല. 2-3 ഫീമെയിൽ ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള അൽബിനോ റെഡ് ഇയർ കോഴി അല്ലേ? അത് എത്ര പൈസ ചെയ്യണ്ട ഇവിടെ? ഇത് ഒരു 75% കോഴി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഗ്ലാസ് കാണിക്കുന്ന ആൾ ഇപ്പൊ കൊടുക്കാനുള്ളത് നമ്മൾ ഗ്ലാസ് എടുത്ത് നടത്തുന്നത്. റെഡ് ഇയർ ഇപ്പൊ എങ്ങനെ എല്ലാത്തിലും റെഡ് ഇയർ കയറുന്നുണ്ടോ? ഏകദേശം എല്ലാത്തിനും കയറി കിട്ടുന്നുണ്ട്. റെഡ് ഇയർ കയറുന്നുണ്ട്. ഇനി ഒരു മാസം അങ്ങോട്ട് വിളിക്കും, ടൈം കൂടും, അത്രേ ഉള്ളൂ. ഓക്കെ. അതിലും കിടക്കുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളാണ്. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സെപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൂ അല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ വരിക? 200-250 മാർക്കറ്റ് റേഞ്ച് വരുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ നടക്കണ്ടല്ലോ അതിന്റെ? അതുപോലെ ഇങ്ങോട്ട് എടുത്തുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അത് സെപ്പറേറ്റ് കുഞ്ഞുങ്ങളായിട്ട് അതിന് വേണ്ടിട്ട് സെപ്പറേറ്റ് വലിയ ബേസ് ഉണ്ട്. മെയിൽ മാത്രം നമ്മളിവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മെയിൽ മാത്രം. അതതിന്റെ മെയിലുള്ള മാത്രം അല്ലേ?